إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة شورى 63-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം قال كلا إن معي ربي سيهدين. ബനി ഇസ്രായേലുകളുടെ ആശങ്ക അവർ മുന്നോട്ട് വെച്ചു. അതായത് ഫറോവ തൊട്ടു പിന്നിലെത്തിയിരിക്കുന്നു. അവനും അവന്റെ സൈന്യങ്ങളും മുന്നിലാണെങ്കിൽ ചെങ്കടലാണ്, രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ആ സമയത്ത് വലിയ ആശങ്ക അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പങ്കുവെക്കുകയാണ്. ആ അവസരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഒഴിയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ, ഒരിക്കലുമില്ല, ഒരിക്കലും നിങ്ങൾ പിടികൂടപ്പെടില്ല, അങ്ങനെ സംഭവിക്കില്ല. കാരണം മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിൽ നിന്നുള്ള വഹിയുണ്ട്. കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുമെന്നുള്ള മാർഗനിർദ്ദേശമുണ്ട്. പക്ഷെ എങ്ങനെയെന്നറിയില്ലെങ്കിലും നോക്കൂ, അതിന്റെ അടിസ്ഥാനത്തിൽ തദടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, ഒരിക്കലും എന്റെ റബ്ബനെ കൈവിടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, നിശ്ചയദാർഢ്യത്തിന്റെ മൂസാ നബിയുടെ അചഞ്ചലമായ ഈമാനിന്റെ ആ ദാർഢ്യം നോക്കൂ നിങ്ങൾ. കൃത്യമായ നിർഭയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബി, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും വേവലാതിപ്പെടേണ്ടതില്ല, ഒരു വ്യസനവും വേണ്ട, ദുഃഖവും വേണ്ട. ആ റബ്ബ് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത്. സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് മാർഗനിർദ്ദേശം നൽകുക തന്നെ ചെയ്യും. ആ റബ്ബിന്റെ മാർഗനിർദ്ദേശത്തിലായിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ, അങ്ങനെയുള്ള പ്രയാസത്തിൽ, അങ്ങേയറ്റം പ്രതിസന്ധി ഘട്ടങ്ങൾ മുന്നിൽ വരുമ്പോൾ ആ റബ്ബ് കൈപിടിക്കും, ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു പ്രത്യാശയുടെ വാക്കാണ് ബനി ഇസ്രായേലുകൾക്ക് മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം അവതരിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വേവലാതിപ്പെടേണ്ട, ബേജാറാകേണ്ടതില്ല. നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ആ റബ്ബ് കൃത്യമായ മാർഗനിർദ്ദേശം നൽകും. എങ്ങനെയെന്ന് മൂസാ നബി വിശദീകരിക്കുന്നില്ല. പക്ഷേ മൂസാ നബിക്ക് അചഞ്ചലമായ ദാർഢ്യമായ ആ ഒരു ഈമാനികമായ വിശ്വാസമുണ്ട്. ആ റബ്ബ് ഒരിക്കലും കൈവിടില്ല എന്ന്. അതാണ് നമുക്കും ഉണ്ടാകേണ്ടത്. അത്തരം ഈമാനിക ദാർഢ്യമുണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചേർത്തനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.